അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ തളനക്കം പുതുമിനുക്കം ചെറുമയക്കം അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. പ്രണയം അങ്ങ് തുളുമ്പുകയാണ് ഗൈസ്. ഓക്കെ, ഇപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ നമ്മള് കുറെ സിനിമാ പാട്ടുകൾ പാടിയല്ലോ, അതല്ലാണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ പാടിയ ഒരുപാട് പാട്ടുകളുണ്ട്. നിങ്ങളുടെ പാട്ടുകൾ എന്ന് പറയാവുന്ന അതില് ഏറ്റവും ഹിറ്റായ ഒരുപാട് കമന്റ് കിട്ടിയ പാട്ട് ഏതായിരുന്നു? ഒരുപാട് കൂടുതൽ നമ്മൾ കമന്റ് വന്നിട്ടുള്ളതും അതുപോലെ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. നമ്മളെ കൊറോണ സമയത്ത് ഇറങ്ങിയ പാട്ടായിരുന്നു. നമ്മൾ തന്നെ ചാനലാണ്, ജിഫ്രാൻ നിസാം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ളത്. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, നമ്മൾ ഫാമിലി ആയിട്ട് പാട്ടാണ്. അപ്പൊ അത് നമുക്കൊന്ന് കുറച്ച് പാടാം. മുല്ലപ്പൂ മണക്കാത്ത മൂക്കെന്തിനാ മുർത്തദ്ദായി പോകുന്ന വാക്കെന്തിനാ, മുല്ലപ്പൂ മണക്കാത്ത മൂക്കെന്തിനാ മുർത്തദ്ദായി പോകുന്ന വാക്കെന്തിനാ, വിശപ്പെന്തെന്നറിയാത്ത വയറെന്തിനാ വിഷമങ്ങളറിയാത്ത സുഹൃത്തെന്തിനാ നമ്മുടെ സുഹൃത്തെന്തിനാ, ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ അഹങ്കാരം കരുതുന്ന കൽബെന്തിനാ നമ്മുടെ കൽബെന്തിനാ. ഇത് യൂഷ്വലി നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതിന്റെ ലിറിക്സിന്റെ മീനിങ് എന്താന്നൊക്കെ നമ്മൾ ആലോചിക്കണല്ലോ. നിങ്ങളുടെ പാട്ടിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് ലിറിക്സ് മനസ്സിലാവുന്നുള്ളതാ. ഇത് സ്വന്തമായിട്ട് എഴുതുന്നതാണോ ലിറിക്സ്? അല്ല, ഈ ഒരു പാട്ട് ഒരു സൂഫി വരൻ എഴുതിയാണ്. ഇമ്പിച്ച് കോയ തങ്ങൾ എന്നുള്ള മുമ്പേ എഴുതിയ പാട്ടാണ്. അപ്പൊ ആ സമയത്ത് ആരൊക്കെയോ ഇങ്ങനെ മ്യൂസിക് ഇല്ലാതെ ജസ്റ്റ് പാടിയതൊക്കെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു ഓർക്കസ്ട്രയൊക്കെ ചെയ്തിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത പാട്ടാണ്. തോന്നിയപ്പോ ആള് പറഞ്ഞു നമുക്കിത് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ചെയ്യണം, ഇത് ചെയ്ത ആൾക്കാരെ ഏറ്റെടുക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു ചെയ്യാം. അതിന്റെ വരികള് ആൾക്കാർക്ക് ഇനിയിപ്പം കാരണം അങ്ങനത്തെ ഒരു വരികളാണല്ലോ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് കൊറോണന്റെ സമയത്ത് പരസ്പരം എന്താ പറയാ കിറ്റുകളും അതൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനത്തെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ടൈം. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു പാട്ടിന് ഭയങ്കര ഒരു പ്രാധാന്യം. കുറച്ച് പണിയെടുത്ത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോകാനൊക്കെ അത് വണ്ടിയൊക്കെ ഒളിച്ചിട്ടൊക്കെയാ പോയെ. ഷൂട്ട് ചെയ്യുന്ന സ്ഥലം പോലീസുകാരൊക്കെ 3 ആൾക്കാർ കൂടി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ഒളിച്ചിട്ടൊക്കെ പോയി ഒരു പുഴയുടെ സൈഡിൽ നിന്നാണ് എടുത്തത്. അപ്പൊ അതിനുശേഷമാണ് എന്താ പറയാ ഒരുപാട് ആൾക്കാർ എന്താ പറയാ നിങ്ങളെ പാട്ടിൽ നല്ല മെസ്സേജുകളുണ്ട്, പാട്ട് എന്ന് പറയുന്നത് ഉപകാരം എന്നുള്ള പാട്ടായിരുന്നു. നിങ്ങളെ പാട്ടിൽ ഒരുപാട് നല്ല മെസ്സേജുകളുണ്ട്,